ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് നാളികേരം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പുഡിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നാളികേരമാണ് ചെരുകി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ നാളികേരം മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്ക് വെച്ചിട്ടുള്ള നാളികേരം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വെള്ളം നാളികേരത്തിൻ്റെ ഒപ്പത്തിനൊപ്പമായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നാളികേരം നല്ല പോലെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരരിപ്പ് വെച്ചിട്ട് നമുക്ക് പാല് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് പാൽ അരിച്ചെടുക്കുകയാണ്. നാളികേരപ്പാൽ അരിച്ചെടുക്കുമ്പോൾ ഇതേപോലത്തെ അരിപ്പ് നോക്കി എടുത്തോളാം കേട്ടോ. നമുക്ക് പാല് മാത്രമേ വരാൻ പാടുള്ളൂ, ചെറുതായിട്ട് പോലും കൊറ്റൻ വരാൻ പാടില്ല. അപ്പം നാളികേരപ്പാൽ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കിതിപ്പോൾ ഇത്ര പാലാണ് എനിക്ക് ഒരു നാളികേരം അടിച്ചെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഈ നാളികേരപ്പാൽ നമ്മൾ ഒറ്റ തവണ അടിച്ചെടുക്കണുള്ളൂ. അപ്പോൾ നാളികേരം എത്രയാണോ അതിൻ്റെ ഒപ്പത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്താൽ മതി. കൂടുതൽ തിക്കാവാനും പാടില്ല, എന്നാൽ നല്ല പോലെ വെള്ളം ആയി പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ നാളികേരം അടിച്ചെടുക്കാനായിട്ട്. ഇപ്പം ഈ നാളികേരപ്പാലിൽ നിന്ന് ഞാൻ ഈ ഒരു കുഞ്ഞൊരു ഗ്ലാസ് കൊണ്ട് കുറച്ച് പാല് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും പോകുന്ന ചെറിയൊരു ഗ്ലാസ്സാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഇത് ഈ ഒരു പാത്രത്തിലേക്ക് ഈ പാൽ ഒഴിച്ച് വയ്ക്കുകയാണ്. ഇനി ഈ ഗ്ലാസ് കൊണ്ട് തന്നെ ഒരു ഗ്ലാസ് കോൺഫ്ലോർ ഞാൻ ഈ നാളികേരപ്പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ് കൊണ്ടാണ് അല്ലെങ്കിൽ ഏത് പാത്രം കൊണ്ടാണ് നാളികേരപ്പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്, ആ ഗ്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ ആ പാത്രം കൊണ്ട് തന്നെ കോൺഫ്ലോർ എടുത്തിട്ട് ഇടാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ് കൊണ്ട് തന്നെയാണ് പാൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് കൊണ്ട് തന്നെ കോൺഫ്ലോർ ഞാൻ ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഗ്ലാസ് കോൺഫ്ലോർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ആ പാലും കോൺഫ്ലോറും യോജിക്കണം. അപ്പോൾ നല്ലപോലെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നാളികേരപ്പാലും കോൺഫ്ലോറും നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ചിട്ടുള്ള നാളികേരപ്പാലിലേക്കുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതെ ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ട് പഞ്ചസാര നോക്കിയിട്ട് മധുരം പാകമാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. മധുരം നിങ്ങളുടെ താല്പര്യം പോലെ എത്ര വേണമെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുന്നത് കുഴപ്പമില്ല. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ നാളികേരപ്പാൽ ഒഴിച്ചിട്ടുള്ള ഈ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഈ ടൈമിൽ മധുരത്തിൻ്റെ അളവ് നോക്കണമെങ്കിൽ നോക്കാം കേട്ടോ. ഞാൻ അപ്പോൾ നോക്കിയപ്പോൾ പാകമാണ്, എനിക്ക് പാകമാണ്. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം കേട്ടോ. നാളികേരപ്പാൽ ചിലപ്പോൾ ചൂട് തട്ടിയിട്ട് പിരിയാൻ പാടില്ല. പിരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോൺഫ്ലോർ നാളികേരപ്പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ആ പാത്രത്തിലത്തെ ആ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാളികേരപ്പാൽ ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അപ്പം ഞാനിതിലേക്ക് കോൺഫ്ലോറും നാളികേരപ്പാലും കൂടി ഒഴിച്ച് വെച്ചിട്ടില്ലേ, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കോക്കനട്ട് പുഡിങ് റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമ്മൾ എടുക്കേണ്ടത്. കണ്ടോ, ഈ ടീസ്പൂണിൽ നിന്ന് ഇങ്ങനെ ഒഴുകുന്ന ഇതേ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് പകർത്താം. അപ്പോൾ പുഡിങ് ഒഴിച്ചെടുക്കാനായിട്ട് ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നോക്കിയിട്ട് ഒന്ന് ഒപ്പത്തന്നെ ആക്കുന്നുണ്ട്. അപ്പോൾ പുഡിങ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിത് നോർമൽ ടെമ്പറേച്ചറിൽ അതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. 2 മണിക്കൂർ തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അത് ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇത് മൂടി വെക്കണം കേട്ടോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഇത് തണുപ്പിച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ പുഡിങ് വെച്ച് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിപ്പോൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്ലേറ്റിലേക്ക് ഇത് പകർത്താണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പുഡിങ്ങിൻ്റെ പാത്രത്തിൻ്റെ മുകളിൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കമഴ്ത്തി പിടിച്ചിട്ട് ഈ പ്ലേറ്റിലേക്ക് നമുക്ക് പുഡിങ് വരുത്താം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പാത്രം പൊന്തിക്കുകയാണ് കേട്ടോ. നമ്മുടെ നാളികേരത്തിൻ്റെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള ഒരു പാത്രത്തെ കാരണം എനിക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടിയത്. അപ്പോൾ പുഡിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.